വാർത്തയിലേക്കാണ്. NIT കേന്ദ്രീകരിച്ച് കോഴിക്കോട് NIT കേന്ദ്രീകരിച്ച് ഉയർന്ന വിവാദം ഇപ്പോഴും തുടരുകയാണ്. പോലീസ് കേസെടുത്തതിന് പിന്നാലെയും NIT പ്രൊഫസർ ഷൈജ ആണ്ടവന്റെ പ്രതികരണം വരുന്നുണ്ട്. ഗോഡ്സെ അഭിമാനം എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് NIT പ്രൊഫസർ ഷൈജ ആണ്ടവൻ വ്യക്തമാക്കുന്നത്. ഗോഡ്സെ പറഞ്ഞപ്പോഴാണ് പല യാഥാർത്ഥ്യവും നമ്മൾ അറിഞ്ഞത്. മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെക്കുറിച്ച് കമന്റിൽ താനൊന്നും പറഞ്ഞിട്ടില്ല. കേസ് നടക്കട്ടെ എന്നും ഷൈജ ആണ്ടവൻ പറഞ്ഞു. ഒരധ്യാപികയുടെ ഭാഗത്തു നിന്ന് അതേസമയം ഷൈജ ആണ്ടവന്റെ കമന്റ് ദൗർഭാഗ്യകരമാണെന്ന് മന്ത്രി R ബിന്ദു ആരോപിച്ചു. ഒരു രാജ്യത്തും രാഷ്ട്രപിതാവിനെ നിറതോക്കാൽ കൊന്ന സംഭവം ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികളിലേക്ക് ശരിയായ ദേശാഭിമാന ബോധവും ചരിത്രബോധവും പകർന്നു നൽകേണ്ടവരാണ് അധ്യാപകരെന്നും മന്ത്രി വിമർശിച്ചു. ഒരധ്യാപികയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു കമന്റ് ഉണ്ടായത് തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ്, അപലപനീയമാണ്. ഒരു രാജ്യത്തും രാഷ്ട്രപിതാവിനെ നെഞ്ചിൽ നിറതോക്കൊഴിച്ച് കൊല ചെയ്യുക എന്നുള്ള ദാരുണ സംഭവം ഉണ്ടായിട്ടില്ല. അതുതന്നെ ഇന്ത്യയുടെ ഹൃദയത്തിന് ഏറ്റവും ഒരു മുറിവാണ് യഥാർത്ഥത്തിൽ. അതിനെ മഹത്വവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു നന്ദികേട് ഉണ്ടാകാനില്ല. നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് ശരിയായ ദേശാഭിമാന ബോധവും ശരിയായ ചരിത്രബോധവും പകർന്നു നൽകേണ്ടവരാണ് അധ്യാപകർ. ഷൈജ ആണ്ടവന്റെ പ്രതികരണത്തിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ഗോഡ്സെയെ പിന്തുണച്ചുകൊണ്ടുള്ള ആ നിലപാടിൽ മാറ്റമില്ലെന്നാണ് ഷൈജ ആണ്ടവൻ വ്യക്തമാക്കുന്നത്. See, that has nothing to do with the killing of Mahatma Gandhi. പോസ്റ്റിൽ തന്നെ അത് കാണിക്കുന്നില്ല കില്ലിങ്ങിനെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ എഴുതിയത് ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ് വൈ ഐ കിൽഡ് ഗാന്ധി എന്നുള്ള ബുക്ക്. സോ മെനി ഓഫ് ദ പോയിന്റ്സ് വർ തോട്ട് പ്രൊവോക്കിംഗ്. So it has to come out and let people know about it. ആ ഒരു ഇതിലാണ് ഞാൻ ഇട്ട, അല്ലെങ്കിൽ ഒരു ലൈനിൽ ആരെങ്കിലും കമന്റ് ചെയ്യില്ലല്ലോ. അതിന്റെ ബുക്ക് വായിച്ചാൽ പല കാര്യങ്ങളും ഗോഡ്സെ പറഞ്ഞതുകൊണ്ടാണല്ലോ നമ്മൾ അറിയുന്നത്. He killed Gandhi and he was punished and he was hanged to death, which is very correct. നമ്മൾ വയലൻസിനെ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നില്ല. അല്ല, കുറച്ചും കൂടി ഡിസ്റ്റോർട്ടഡ് ആയിട്ട് എഴുതേണ്ടിയിരുന്നു, ബിക്കോസ് ഐ നെവർ തോട്ട് ഇറ്റ് വിൽ ബി ബ്ലോൺ അപ്പ് ലൈക്ക് ദിസ്. So I could have written in a very careful manner, which I did not, because I never thought this would happen. ആയിക്കോട്ടെ. സാനിയോ മനോമി നൽകും വിവരങ്ങളുമായി. സാനിയോ, വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുന്ന ഒരു അധ്യാപികയാണ്. ഒരു പുസ്തകം വായിച്ചതുകൊണ്ട് മാത്രം ഒരു നിലപാടിൽ എത്തിച്ചേരുകയാണ്, അത് സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവെക്കുകയാണ്. കേസെടുത്തതിന് ശേഷവും ആ നിലപാടിൽ നിന്ന് അവർ പുറകോട്ടില്ലെന്നാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ആ പോസ്റ്റിലിട്ട കമന്റിൽ ഉറച്ചു നിൽക്കുകയാണ്. ഫേസ്ബുക്കിൽ താൻ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു കമന്റ് പോസ്റ്റ് ചെയ്തതെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നതായും മെക്കാനിക്കൽ വിഭാഗം പ്രൊഫസർ കൂടിയായ ഷൈജ ആണ്ടവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വൈ ഐ കിൽ ഗാന്ധി എന്ന ഗോഡ്സെയുടെ പുസ്തകം താൻ വായിച്ചിരുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിപ്പിക്കുന്നതാണ്. ഇന്ത്യയിലെ ജനങ്ങൾ അറിയേണ്ട പല കാര്യങ്ങളും ആ പുസ്തകത്തിലുണ്ട് എന്നും ഗോഡ്സെ പറഞ്ഞപ്പോഴാണ് ഇന്ത്യയെക്കുറിച്ചുള്ള പല യാഥാർത്ഥ്യവും നമ്മൾ അറിഞ്ഞതെന്നുമാണ് താൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് അത്തരത്തിലൊരു കമന്റ് ഇട്ടതെന്നാണ് അവർ പറയുന്നത്. നേരത്തെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്നയാൾ ഹിന്ദു മഹാസഭാ പ്രവർത്തകൻ നാഥുറാം വിനായക് ഗോഡ്സെ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോ എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ പോസ്റ്റിനടിയിലാണ് ഷൈജ ആണ്ടവൻ ഇന്ത്യയെ രക്ഷിച്ചതിന് ഗോഡ്സെയെ കുറിച്ച് അഭിമാനം തോന്നുന്നുവെന്ന് ഇംഗ്ലീഷിൽ കമന്റ് ഇട്ടത്. അതേസമയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളിലേക്ക് ശരിയായ ദേശീയ ബോധവും ചരിത്രബോധവും പകർന്നു നൽകേണ്ട അധ്യാപകരിൽ നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് ദൗർഭാഗ്യകരമാണ് എന്നും പ്രതികരിച്ചിട്ടുണ്ട്. ശരി, സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്.